ദില്ലി ദാലിയുടെ പുതിയ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2026 പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അമേരിക്കൻ ഭരണകൂടം അവർ സ്വയം തയ്ച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ലോക പോലീസ് യൂണിഫോം അണിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. വെനിസ്വേലയുടെ തലസ്ഥാനമായ കരാക്കാസിൽ അതിശക്തമായ വ്യോമാക്രമണം ജനുവരി 2-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടി അമേരിക്ക നടത്തുകയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടിച്ചെടുത്ത് അമേരിക്കയിലേക്ക് കടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ വിഷയം. വെനിസ്വേലയിൽ എന്താണ് സംഭവിക്കുന്നത്, അതുവഴി ലോകത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ സംസാരിക്കുവാനായി വന്നിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഡോക്ടർ രവീന്ദ്രനാഥനാണ്. അദ്ദേഹം മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോ പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സ്വാഗതം ഡോക്ടർ രവീന്ദ്രനാഥൻ ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. പോഡ്കാസ്റ്റിലേക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി നടത്തുന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ പോഡ്കാസ്റ്റ് സംരംഭവുമായി സഹകരിക്കണമെന്ന് ഈ പോഡ്കാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പുതുവർഷ ആരംഭത്തിൽ ഇങ്ങനെ ഒരു ഞെട്ടൽ ലോകത്തിന് തരുവാൻ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ലാറ്റിൻ അമേരിക്കയെ വളരെ അടുത്തറിയാവുന്നയാൾ എന്ന നിലയിലാണ് ഞാൻ ഡോക്ടർ രവീന്ദ്രനാഥനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ട്രംപിന്റെ ക്യാമ്പയിൻ സമയത്ത് തന്നെ ട്രംപ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ഭരണത്തിനെ എതിർക്കുമെന്നും പറ്റുമെങ്കിൽ മാറ്റുമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷനിൽ 24 ഇലക്ഷനിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമായിരുന്നു. അതിനൊപ്പം ഹിസ്പാനിക് വോട്ട് ഒരു വലിയൊരു വോട്ട് ബാങ്ക് ആയിട്ട് എന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൂടെയുണ്ട്. അതിനെ ഒന്നും കൂടെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റിൽ തോന്നുന്നത്. കാരണം 2026 ഒരു ഇലക്ഷൻ ഇയർ ആണ്, അമേരിക്കൻ ഡൊമസ്റ്റിക് ഇലക്ഷന്റെ ഇയർ ആണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടല്ല ട്രംപ് ഇങ്ങനെ പറയണത്, അറ്റാച്ച് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നിയന്ത്രിക്കുമെന്നോ എല്ലാം പറയണത്. പക്ഷെ ഇത്തവണയാണ് ആക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ആക്ഷൻ വളരെ പെട്ടെന്നാണെന്ന് പറയാമെങ്കിലും അതിനെ പ്രിപ്പറേഷൻ കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെനിസ്വേലൻ കപ്പലുകളെയും ഒക്കെ തടയുകയും അങ്ങനെ പല രീതിയിലുള്ള സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തൊരു കാര്യം കാണേണ്ടത്, ഇത് വെനിസ്വേലയ്ക്കുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, ഒപ്പം അമേരിക്കൻ റീജിയൻ, സൗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ റീജിയൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ബെല്ലായിട്ടാണ് കാണേണ്ടത് ഇതിനെ. എന്ന് വെച്ചാൽ അവിടെ ചൈനീസ് പ്രസൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരുപാട് രാജ്യങ്ങള് ഒരു കാലത്ത് അമേരിക്കയുടെ വളരെ പ്രിയപ്പെട്ട രാജ്യങ്ങളായിരുന്ന പലരും ചൈനീസ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ റെയർ എർത്ത് മിനറൽസിന്റെ കൺട്രോള് ചൈന നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഒരു പ്രധാന കാര്യമാണ്. അപ്പം പെട്ടെന്നുള്ള ആക്രമണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഉറപ്പായിട്ട് ഈ ആക്രമണം ഈ 3-4 കാര്യങ്ങൾക്കെതിരെയുള്ളതാണ്. ഒന്ന്, ഇലക്ഷൻ ജയിക്കുക എന്നുള്ള ആവശ്യം. 2, ചൈനക്കെതിരെയുള്ള ഒരു വാർണിംഗ് ബെല്ല്. ഒപ്പം മറ്റു രാജ്യങ്ങൾക്കും നമ്മൾ നോക്കി നിൽക്കില്ല എന്നുള്ളൊരു കാണിക്കുന്നുണ്ട്. വെനിസ്വേലൻ ജനത അല്ലെങ്കിൽ വെനസ്വേലയിലെ ഇപ്പോഴുള്ള ഗവൺമെന്റ്, ഇപ്പൊ വൈസ് പ്രസിഡന്റ് ഇന്ന് വളരെ വിശദമായിട്ട് ഒരു ഡെൽസി റോഡ്രിഗ്സിന്റെ ഒരു പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് മഡൂറോയാണെന്നും ഈ ഗവൺമെന്റ് നിലനിൽക്കുമെന്നും വിദേശ ശക്തികളുടെ അധിനിവേശത്തിനെ ഈ വെനിസ്വേലൻ ജനത ചെറുക്കുമെന്നും വളരെ ശക്തമായ ഒരു പ്രസ്താവന അവർ നമ്മളല്ലാതെ കണ്ടതാണ്. വെനിസ്വേലയുടെ ചെറുത്തുനിൽപ്പ് എങ്ങനെയായിരിക്കും? ചെറുത്തു നിൽക്കാൻ വെനിസ്വേലയ്ക്ക് കഴിയുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവര്
അറ്റാക്ക് നടത്തിയെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു വാർണിംഗ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷെ പ്രധാന ലക്ഷ്യം മദുറോയെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന രീതിയിൽ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുക എന്നുള്ള ഒരു ലൈനിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ നർക്കോ ടെററിസം ആണ് പ്രധാനമായിട്ട് വെച്ചിട്ടുള്ള ഒരു ആരോപണം. അലിഗേഷൻ, അതെ. ആരോപണം. അപ്പം ആ ഒരു ആരോപണത്തിൽ നിന്നുകൊണ്ട് ഒരു അങ്ങനെ ചെയ്യണവരെ ശിക്ഷിക്കാനായിട്ടുള്ള മോറൽ അതോറിറ്റി അവർക്ക് US ഉണ്ടെന്നുള്ള പൊസിഷനിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്താണെന്നുള്ളത് എവിടെയും ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ, നൗ വി വിൽ റൺ വെനസ്വേല എന്ന് പറഞ്ഞല്ലോ. ഇല്ല, അത് പറഞ്ഞെങ്കിലും അതിന്റെ എന്താ പറയണ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നുള്ള കാര്യം എവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. വി വിൽ റൺ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് പുറത്തു നിൽക്കണ വെനിസ്വേലയിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരും അതുപോലെ US സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെയും പിൻബലത്തോടുകൂടി കൊണ്ടു നടക്കുന്നുള്ളതാണ്. പക്ഷെ ബാക്കി എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്നുള്ളതിന്റെ ഒരു രൂപവും കിട്ടിയിട്ടില്ല ഇതുവരെ. എസ്പെഷ്യലി പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതെന്ന് വെച്ചാൽ ഇന്റേണലി ഇപ്പോഴും വെനിസ്വേല സപ്പോർട്ടഡ് ബൈ പ്രോ മദുറോ ആൾക്കാരാണ്. പ്രത്യേകിച്ചും സൈന്യത്തിന്റെ ഇടയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. സൈന്യത്തിന്റെ ചില റിപ്പോർട്ടുകൾ ഞാൻ കണ്ടത് ഇത് ഇന്റേണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ ഇൻഫർമേഷൻ ഇല്ലാതെ മദുറോയുടെ കിടപ്പുമുറിക്കകത്ത് അമേരിക്കക്ക് കടന്നു കയറാൻ കഴിയില്ലായിരുന്നു എന്നാണല്ലോ. പക്ഷെ അതിന്റെ സോഴ്സസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. സത്യമാണ്. ഇപ്പം ഈവൻ നമുക്കിത് കമ്പയർ ചെയ്യാം. ചിലിയൻ അറ്റാക്ക് നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് സിമിലർ ലൈനിലാണ് ഇത് നടന്നിരിക്കുന്നത്. പക്ഷെ അന്ന് ചിലിയൻ അറ്റാക്കില് അലിന്റെ കൊല്ലപ്പെടുക ചെയ്യണത്. ആ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവർക്ക് വേണ്ടത് മദുറോയെ കൊണ്ടുപോയിട്ട് എന്താണ് ന്യൂയോർക്ക് ഇതിന്റെ അറ്റോർണി ന്യൂയോർക്ക് കോർട്ടിൽ അവർക്ക് വിചാരണ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു രാഷ്ട്രത്തലവനെ വിളിച്ച് ഒരു ഡ്രഗ് ഡീലറായിട്ട് കൊണ്ടുവന്ന് അതിനെ എങ്ങനെ പരമാവധി മുതലെടുക്കാം എന്നുള്ളതിന്റെ ലക്ഷ്യത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇത് നാർക്കോ ടെററിസം, മയക്കുമരുന്ന് തീവ്രവാദം എന്ന് നമുക്ക് വിളിക്കാം. ഈ മയക്കുമരുന്ന് തീവ്രവാദം എന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ പോലും ഈ അന്താരാഷ്ട്ര നിയമങ്ങളില്ലേ, അതായത് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുപോകാനുള്ള അതൊരു ഹുങ്ക് തന്നെയല്ലേ? അപ്പൊ അതാണ് ഒരു പക്ഷേ എന്താണ് നമുക്ക് പറയാവുന്ന ട്രംപ് കൊറോളറി എന്ന് പറയാവുന്ന ഒരു ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് അമേരിക്കൻ ഫോറിൻ പോളിസി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പില്ലേഴ്സിൽ ഒന്നാണ് പഴയ എന്താണ് അതിന്റെ പേര്, മൺറോ ഡോക്ട്രിൻ. 1823 മൺറോ ഡോക്ട്രിൻ. അവിടെ ആ റീജിയൻ, അതായത് സൗത്ത് അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ കൂടുന്ന എൻ്റെ റീജിയൻ അമേരിക്കയുടെ ബാക്ക് യാർഡ് ആണെന്നും അതിൻ്റെ ഉള്ളിലുള്ള കൺട്രോൾ എപ്പോഴും അവർക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു പൊസിഷനായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അത് അന്നത്തെ കാലത്ത് 1820-കളിൽ അതൊരു ഡോക്ടറിനായിട്ട് വന്നെങ്കിലും ആരും അതിനെ കണക്കാക്കിയിരുന്നില്ല. പക്ഷെ 1904-05 ടൈമില് തിയോഡർ റൂസ്വെൽറ്റിന്റെ കാലത്ത് റൂസ്വെൽറ്റ് കൊറോളറി എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഇറങ്ങുകയും അത് എങ്ങനെ നമുക്ക് ഈ പൊസിഷൻ യൂസ് ചെയ്യാം, മൺറോ ഡോക്ടറിൻ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അടക്കി ഭരിക്കാം എന്നുള്ളതിന്റെ ഒരു പൊസിഷൻ, ഒരു അപ്രോച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നീട് വേറെ ആരും അത്രയും ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു 1985 ശേഷം വളരെ കുറച്ച് ഇന്റർവെൻഷൻസേ ഉണ്ടായിട്ടുള്ളൂ. ഓൺലി ഐ തിങ്ക് പനാമ 1989 നൊറീഗ അറ്റാക്ക് ചെയ്യണം. അതെ, അത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ടത് ഉണ്ടായിട്ടുള്ളൂ. ഈവൻ ഷാവേസ് അവിടെ ഒരു കൂ നടത്തിയിട്ട് പിടിക്കപ്പെട്ടു പോയിട്ട് പിന്നീട് തിരിച്ച് വീണ്ടും ഗവൺമെന്റായിട്ട് വരുമ്പോഴും US അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല ഇന്റർവെൻഷൻ ചെയ്യാനായിട്ട്. പക്ഷെ അതിന്റെ ഒരു ചേഞ്ചാണ് ഇപ്പം പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. എസ്പെഷ്യലി എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളൊരു പൊസിഷനിൽ കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് ഈ ട്രംപ് കൊറോളറി, അതായത് ട്രംപിന്റെ പൊസിഷൻ ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ. ഇനി ഈ ഷാവേസിന്റെ കാര്യം ഇപ്പോൾ ഡോക്ടർ രവീന്ദ്രനാഥ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഷാവേസിന്റെ ഒരു സ്വപ്നമായിരുന്നു ലാറ്റിൻ അമേരിക്കൻ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഈ ലാറ്റിൻ കോണ്ടിനെന്റൽ അമേരിക്കൻ സോളിഡാരിറ്റി. അതെ അതെ, കോണ്ടിനെന്റൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഈ സോളിഡാരിറ്റി ഈ മൊമെന്റിൽ ഉണ്ടോ? അതായത് ഈ മഡൂരോയെ പിടിച്ച് അമേരിക്ക കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഈ ലാറ്റിൻ അമേരിക്കൻ സോളിഡാരിറ്റി എന്നത് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ ഷാവേസിന് കഴിഞ്ഞിരുന്നു? ഷാവേസിന്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓയിൽ പ്രൈസിന്റെ സർജാണ്. അന്ന് 2008 7-8 ടൈമിലാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് $150 അടുത്തെത്തുന്നത് ബാരലിന്. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് ഷാവേസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാവേസിന്റെ പൊസിഷൻസും ഷാവേസിന്റെ കഴിവുകളും അത് വളരെ പ്രധാനമായിട്ട് വെനിസ്വേലൻ ജനങ്ങളെ ആക്സെപ്റ്റ് വളരെ പോപ്പുലർ ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വില ഇത്രയും കൂടിയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ പല ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇറക്കാനും പുതിയ പ്രോഗ്രാംസ് തുടങ്ങാനും അതനുസരിച്ച് ആൾക്കാരുടെ സപ്പോർട്ട് കൂടുതൽ വാങ്ങിക്കാനും ഷാവേസിന് കഴിഞ്ഞു. പക്ഷേ 2010 ശേഷം വീണ്ടും ഡോളർ ഓയിൽ പ്രൈസ് വളരെ താഴേക്ക് വരികയും എനിക്ക് തോന്നുന്നു ഒരു $60-70 പെർ ബാരൽ എന്നുള്ള ലെവലിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പൈസ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഷാവേസ് അസുഖബാധിതനാവണതും ചികിത്സയ്ക്ക് പോണതും പിന്നെ മരിക്കുന്നതും ഒക്കെ. പക്ഷെ മദുറോ എത്രത്തോളം എക്യുപ്ഡ് ആയിരുന്നു ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് കണ്ടറിയണം. അത് എങ്ങനെ ഈ ഓൾമോസ്റ്റ് 12 കൊല്ലം കഴിഞ്ഞ പ്രസിഡന്റായിട്ട് സക്സസ്ഫുൾ ആയി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. എക്കണോമി വളരെ മോശമായിരുന്നു. എക്കണോമിയുടെ മോശമായിട്ടുള്ള അവസ്ഥ പലപ്പോഴും ഒരുപാട് ജനങ്ങളെ അവിടുന്ന് പുറത്തേക്ക് പലായനം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതും ഒരു ഇഷ്യൂ ആയിട്ട് US എടുക്കുന്നുണ്ട്. മൈഗ്രൻസ് കമ്മിങ് ഫ്രം സൗത്ത് അമേരിക്ക എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്. ഷാവേസിന് ഒരു കരിസ്മ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ദില്ലിദാലിയുടെ ശ്രോതാക്കളുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം വെനിസ്വേലയുടെ ചരിത്രം ഒന്ന് വളരെ ചുരുക്കി പറയാം. 1522 ഒരു സ്പാനിഷ് കോളനി ആയിരുന്നു ഈ തെക്കേ അമേരിക്കൻ ഭൂപ്രദേശം. സ്പാനിഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും സ്വതന്ത്രമാകുന്ന ആദ്യ പ്രദേശമായിട്ട് ഇത് മാറുന്നുണ്ട് 1811. അന്ന് വെനസ്വേല ഗ്രാൻഡ് കൊളംബിയയുടെ ഭാഗമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മാറി മാറി വന്ന പട്ടാള ഭരണങ്ങളുടെ പിടിയിലായിരുന്നു. എങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ 1958 മുതൽ ആണ് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ജനാധിപത്യപരമായ സർക്കാരുകൾ വരികയും വെനിസ്വേല പുരോഗമിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഏറ്റവും തലപ്പൊക്കമുള്ള വിപ്ലവകാരി എന്ന ആ പ്രദേശം വെനിസ്വേല മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ ആ പ്രദേശം മുഴുവൻ കാണുന്നത് 1813 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പാനിഷ് കോളനിവൽക്കരണത്തിൽ നിന്നും വിമോചിപ്പിച്ച സിമോൺ ബൊളിവർ എന്ന പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിനെ ഈ ആ ഭൂപ്രദേശങ്ങളുടെ ചരിത്രം മുഴുവൻ ലിബറേറ്റർ, വിമോചകൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാവേസ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങുകളിലും ഈവൻ മഡുറോയുമായിട്ടിരിക്കുന്ന ചിത്രങ്ങളിലും എല്ലാം നമുക്ക് തൊട്ടു പിന്നിൽ ഈ ബൊളിവറുടെ ചിത്രം കാണാം എന്നുള്ളതാണ്. ഇനി എൻ്റെ ചോദ്യം എണ്ണയിലേക്ക് വരികയാണ്. എണ്ണ, അതായത് ലോകത്തിലെ മുഴുവൻ എണ്ണയുടെയും ഏതാണ്ട് 17% ഗ്ലോബൽ ഓയിൽ റിസർവ്സ് വെനസ്വേലയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ മേലുള്ള നിയന്ത്രണം മാത്രമാണോ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന്റെ കാരണം? താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ചൈനയുടെ സ്വാധീനം ആ മേഖലയിൽ വർദ്ധിക്കുന്നതിനെ കുറിച്ച്. അതിലേക്ക് ഞാൻ അടുത്ത ചോദ്യത്തിൽ വരാം. ഈ എണ്ണയും ഈ ട്രംപിന്റെ ഈ ഹുങ്കും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എണ്ണയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെനിസ്വേല 2 തരം എണ്ണയുണ്ട് അവരുടെ കയ്യില്. ഈ ഹ്യൂജ് റിസർവ് ആയിട്ട് കണക്കാവുന്ന അല്ലെങ്കിൽ 300 ബില്യൺ ബാരൽ എണ്ണ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നത് ഹെവി ക്രൂഡ് ആണ്. ഹെവി ക്രൂഡ് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ
റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതല്ലാത്ത നോർമൽ എണ്ണ അവരുടെ കയ്യിൽ വേറെയുണ്ട്. അതാണ് മെയിൻലി അവര് ബിസിനസ്സിന് യൂസ് ചെയ്യണത്. അതിലെ പ്രധാനപ്പെട്ട ചില ഒരു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടർ US ആണ്. ആ US ഇറക്കണ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് ഫിക്സ് ചെയ്തിട്ടുള്ളതും ബാക്കി എന്താണ് ഒരു എഗ്രിമെന്റ് ആയിട്ട് അംഗീകരിച്ചതുമായിട്ടുള്ള വിലയാണ്. അപ്പൊ ഈവൻ അത് $150 ആയെങ്കിലും അവർക്ക് കിട്ടിയിരുന്ന പ്രൈസ് കുറവ് തന്നെയായിരുന്നു. ഒരിക്കലും അത് കൂടുതലായിട്ട് $50-60 മുകളിലേക്ക് കയറി പോയിട്ടില്ല. പക്ഷെ വേറെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുമ്പം അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ക്രൂഡ് എക്സ്ട്രാ ഹെവി ക്രൂഡ് എന്നാണ് അതിനെ പറയുന്നത്, ഈ കൂടുതലുള്ള ഡെപ്പോസിറ്റിനെ. അതിനെ എത്ര പെട്ടെന്ന് റിഫൈൻ ചെയ്ത് നോർമലൈസ് ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും പ്രത്യേകിച്ച് ധാരണയായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നമുക്കിപ്പോ ഇപ്പം വേണമെങ്കിൽ റിലയൻസിന്റെ പെട്രോകെമിക്കൽ ഫാക്ടറി ജാംനഗർ റിഫൈനറി അതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ലോകത്തെ എല്ലാ റിഫൈനറീസിനും അങ്ങനെയുള്ള ഹെവി ക്രൂഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു റെസ്ട്രിക്റ്റഡ് സാധനമാണ്. അത് കൂടാതെ ബാക്കി പല മിനറൽസും സംഭവങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതിന്റെ ഒരു രാജ്യം കയ്യിൽ നിന്ന് പോവാന്ന് പറഞ്ഞാല് US സംബന്ധിച്ചോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് അവർ വിട്ടുകളയാനായിട്ട് ഒരിക്കലും തയ്യാറാവില്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാത്ത ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ പോകുന്നത്, അവിടെ ഉണ്ടാകുന്ന ഈ റെജീം ചേഞ്ച് അവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മദൂരോ ജയിക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷവുമായിട്ട്. ഇപ്പോൾ ഈ റെജീം ചേഞ്ച് വരുത്തുവാൻ വേണ്ടി അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പോപ്പുലർ സപ്പോർട്ട് കിട്ടുമോ? ഈ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയം നന്നായിട്ട് രവീന്ദ്രനാഥിന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ പോപ്പുലർ സപ്പോർട്ട് അവിടെ ഉണ്ടാകുമോ? അതോ ഈ അധിനിവേശത്തിനെ ചെറുക്കുവാൻ വേണ്ടി വെനിസ്വേലൻ ജനത ഒന്നിച്ച് നിന്ന് മഡൂരോയ്ക്ക് ഒപ്പം നിൽക്കുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊരു അത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനം ഈ ഓപ്പോസിഷൻ പാർട്ടികൾ സത്യത്തില് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മദുറോയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു ഇലക്ഷൻ കാലത്ത്. അത് എന്നും ഭിന്നിപ്പിച്ച് നിർത്തണതിൽ മദുറോ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 2018 ഇലക്ഷൻ, അതിനു മുമ്പത്തെ ഇലക്ഷന്റെ സമയത്തും അതുപോലെ ഓപ്പോസിഷൻ പാർട്ടി എല്ലാവരും ഭിന്നിച്ച് നിൽക്കുകയും പിന്നെ അതിൻ്റെ ഉള്ള ഒരാൾക്ക് സപ്പോർട്ട് കൊടുത്ത് വളരെ ചെറിയ വ്യത്യാസത്തിലാണ് മദുറോയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇന്റർനാഷണൽ രാജ്യങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥന നടത്തുകയും സപ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഒരു പ്രധാന രീതി അവർ അവലംബിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം US-ന്റെ ഇൻട്രസ്റ്റും കൂടെ കൂടിയതുകൊണ്ട്, പ്രത്യേകിച്ചും ട്രംപിന്റെ ഇൻട്രസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്റർവെൻഷൻ നടത്തി ഒരു റെജീം ചേഞ്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാമെന്നുള്ളത്. പക്ഷെ അവരെ എത്രത്തോളം തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങൾ സമ്മതിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഒരു അറ്റാക്ക് മോഡല് US വർക്ക് ചെയ്തത് കാരണം ഒരുപക്ഷെ അത് ബാക്ക് ഫയർ ചെയ്യാനാണ് സാധ്യത. ജനങ്ങള് മോസ്റ്റ് പ്രോബബ്ലി അവരെ കൊടിയുടെ കീഴിൽ അണിനിരക്കാനാണ് ചാൻസ് ഉള്ളത്, എസ്പെഷ്യലി നാഷണലിസ്റ്റിക് ഫീലിംഗ് ഉള്ള ജനത്തിന്റെ ഇതില്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. തീർച്ച പറയാൻ പറ്റൂല, നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇനി എനിക്ക് ഞാൻ 1947 മുതൽ, ഇന്ന് ഞാൻ വായിക്കുകയായിരുന്നു, 1947 മുതൽ 1989 വരെ അമേരിക്ക ഓർക്കസ്ട്രേറ്റ് ചെയ്ത 70 ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട 70 റെജീം ചേഞ്ച് എങ്കിലും ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് അപ്പൊ അതിന്റെ കൂടെയുള്ള വലിയൊരു റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഈ അമേരിക്ക നടത്തിയിരിക്കുന്നത്. അത് അതിന് നാർക്കോ ടെററിസത്തിന്റെ പേര് പറഞ്ഞാലും എല്ലാം. അപ്പോൾ ഈ ഒരു അമേരിക്കൻ ലോക പോലീസ് എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വം, ഇതൊരു തരം കോളനിവൽക്കരണം തന്നെയാണ്, അമേരിക്കയുടെ കോളനിവൽക്കരണം തന്നെയാണ് എന്ന് നാം വ്യക്തമായിട്ട് പറയേണ്ട ഒരു ചരിത്ര സന്ദർഭം അല്ലേ ഇത്? സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്.
ഒരു കോളനിയായിട്ട് തന്നെ അത് എത്രത്തോളം അവരുടെ മനസ്ഥിതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നേരത്തെ 1823 ഈ മൺറോ ഡോക്ടറിൻ വരണ സമയം മുതൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഈ ഇവര് അവരുടെ കൂടെ നിൽക്കണം എന്നോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളണം എന്നുള്ളത്. അങ്ങനെ തുള്ളാതിരിക്കുന്ന ആൾക്കാരെ അവർ മാറ്റിയിട്ടുണ്ട്, റെഷീം ചേഞ്ച് നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ചു കാലമായിട്ട് മാറി നിന്നിരുന്നത് ഒരുപക്ഷെ അവരുടെ ഫോക്കസ് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ മിഡിൽ വെസ്റ്റ് ഏഷ്യൻ റീജിയൻസിലും ഉള്ള ഇഷ്യൂസിന്റെ പുറകെ ആയതുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ. അത് മാത്രമല്ല, ലെഫ്റ്റിസ്റ്റ് ഗവൺമെന്റ്സ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു സോഷ്യലിസ്റ്റ് അജണ്ട പുഷ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. പ്രധാനമായിട്ടും ലൂല തുടങ്ങുന്ന ഷാവേസിന്റെ സമയം, അതിനുശേഷം ലൂല വരെയുള്ള പല ഒരുപക്ഷെ 1-2 രാജ്യങ്ങൾ ഒഴികെ എല്ലാ രാജ്യങ്ങളും, ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും ഒരു സോഷ്യലിസ്റ്റ് സപ്പോർട്ടഡ് ഗവൺമെന്റായി മാറുക ചെയ്തിട്ടുള്ളത്. അക്കാലത്ത് അവര് എടുത്തിട്ടുള്ള നയങ്ങളും എല്ലാം സാധാരണ അമേരിക്ക ആക്സെപ്റ്റ് ചെയ്യണതല്ല. പക്ഷെ അവർ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. പഴയ ഇന്ത്യയുടെ കാലത്തുള്ള ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസോ അങ്ങനെയുള്ളതൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അതിന് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ 1 by 1 ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ റെഡ് റെവല്യൂഷൻ എന്ന് പറയാതെ പിങ്ക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവന്നതിന്റെ വിശേഷമാണത്. ആ രീതിയിൽ വന്നപ്പോൾ അമേരിക്ക അദ്ദേഹത്തിനെ ജനുവരി 2-ാം തീയതി അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോകാൻ അമേരിക്ക വരുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ അവസാനം വന്ന വീഡിയോ ഇന്റർവ്യൂവിന്റെ അകത്ത് അദ്ദേഹം പറയുന്നത് അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർവ്യൂവിൽ മദുരോ പറഞ്ഞിരിക്കുന്നത്. ത്രൂ ഔട്ട് കഴിഞ്ഞ 10-12 വർഷമായിട്ട് മദുരോന്റെ പീരീഡിൽ മദുറോ പല രീതിയിലും യു എസ് ലീഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽസുമായിട്ട് കുഴപ്പമില്ലാത്ത ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. കാര്യം പറയുമ്പോൾ അവര് വളരെ റിത്തോറിക്കായിട്ട് പറയുമെങ്കിലും മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. സപ്പോർട്ട്, അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന രീതിയല്ല മദുറോ അവലംബിച്ചിട്ടുള്ളത് പലപ്പോഴും. പക്ഷെ എന്താ പറയുക, നാർക്കോ ടെററിസം അല്ലെങ്കിൽ നാർക്കോ മൈഗ്രേഷൻ, ഈ കാര്യങ്ങൾ അങ്ങനെയാണ് ആ ഒരു ടേം യൂസ് ചെയ്യണത് പോലും അതിന്റെ ഭാഗമായിട്ടാണ്. ഒരിക്കലും ഒരു കോൺഫ്രണ്ടിങ് കൺട്രി ആയിട്ടല്ല കാണുന്നത്. അതിന് പകരം കാണുന്നത് ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണു, നാർക്കോ മണി ലോണ്ടറിങ് നടത്താൻ സൗകര്യം ചെയ്യണു, അതുപോലെ മൈഗ്രൻസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ഡിസൻസ് ആയവരെല്ലാവരും മൈഗ്രൻസ് ആക്കി മാറ്റി US പുഷ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് പുഷ് ചെയ്യണം. അപ്പൊ ഈ രീതിയിലുള്ള അലിഗേഷൻസ് ആണ് നടന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു റെവല്യൂഷന്റെ പേരിലല്ല ഇവരെ മദുറോയെ പുറത്താക്കിയേക്കുന്നത്, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് തന്നെ അല്ല. ഇനി ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്, ചൈന ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മിനറൽസിന്റെ കാര്യങ്ങളിലെല്ലാം എന്ന് ഡോക്ടർ രവീന്ദ്രനാഥ് ഇപ്പോൾ പറഞ്ഞിരുന്നു. ചൈനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ആക്ഷൻ, അമേരിക്കയുടെ ഈ ആക്ഷന് ശേഷം ചൈനയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചൈനയുടെ രീതി വെച്ചിട്ട് ചൈന ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കില്ല. ദേ വിൽ വാച്ച്. അവര് ടൈം എടുക്കും, എല്ലാ വശങ്ങളും നോക്കും, അതിനുശേഷം അവര് ഓരോ രീതിയിൽ അതിനായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത് എല്ലാ കാര്യങ്ങളിലും. അത് തന്നെ ഇത്തവണയും ഇപ്പോഴും യൂസ് ചെയ്യുള്ളൂ. ഇത് ഡയറക്റ്റായിട്ട് ചൈനയുടെ പേര് എവിടെയും അമേരിക്ക പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാം ചൈനക്കെതിരെ എന്ന് പറയാൻ ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ല. പക്ഷെ ചൈന ഇങ്ങനെ ഒരു വലിയ അധിനിവേശം അമേരിക്ക നടത്തുകയാണ്, വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. ആ ഒരു രാഷ്ട്രീയത്തിനെ ചൈന വേണ്ട വിധം എതിർക്കുന്നുണ്ടോ ഇപ്പോ? നിലവിലൊരു നോർമൽ പബ്ലിക് എന്താ പറയുക, ഒരു റിലീസ് ഇറക്കിയതല്ലാതെ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. മേ ബി വിതിൻ എ വീക്ക് വി വിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഹൗ റഷ്യ ഈസ് സീയിങ് ഇറ്റ്, ഹൗ ചൈന ഈസ് സീയിങ് ഇറ്റ്, അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് വരുന്നത്. ഇന്നലെ ഒരു കളക്ഷൻ ഓഫ് ഒപ്പീനിയൻസ്, അത് പലരുടെയും ഓരോ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഓരോ മിനിസ്ട്രിയും ഇറക്കിയിട്ടുള്ള പ്രസ് റിലീസിൽ കൂടെ പോകുമ്പം ആരും കൃത്യമായിട്ട് അങ്ങനെ കണ്ടം ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
ഇത് തെറ്റാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഷാർപ്പായിട്ട് കണ്ടം ചെയ്യുക എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? നർക്കോ ഇതിന്റെ ഉള്ളിൽ പെടുത്തിയിട്ട് പറയണോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതൊരു ജുഡീഷ്യൽ സ്ഥാനത്തിന്റെ, പക്ഷെ അതും വളരെ അപലപനീയമാണ്. എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യത്തെ ഒരു ലീഡറെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞാല് ഒരു അരക്ഷിതാവസ്ഥ എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെ, ഞാൻ അതാണ്. വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരൊറ്റ നീക്കം വഴി റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ നാറ്റോ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുകയല്ലേ ട്രംപ് ചെയ്തത് ഈ ഒരൊറ്റ നീക്കം വഴി? ട്രംപിന്റെ പൊസിഷൻ സൂക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് കാണാവുന്നത്, ട്രംപാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നാറ്റോന് എതിരെ നിൽക്കുന്ന ആള്. അയാളുടെ പല പൊസിഷൻസ് എടുത്ത് വായിച്ച് നോക്കിയാൽ അറിയാം. അതെ, ഒരിക്കലും പ്രോ നാറ്റോ പൊസിഷൻ അല്ല എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ യൂറോപ്പിന്റെ പൊസിഷൻ ഉണ്ടല്ലോ ഈ ഉക്രൈൻ കാര്യത്തിൽ, യൂറോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന്റെ ഉള്ള ഒരു യൂണിറ്റിയും അതിനെല്ലാം ഇതൊന്നും ഉലക്കില്ലേ എന്ന് ഞാൻ ചോദിക്കും. അതൊരു എന്താ പറയുക, ട്രംപ് ഓർഡർ, വേൾഡ് ഓർഡർ ചേഞ്ചിങ് എന്നുള്ള ഒരു സാധനമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ട്രംപിന്റേതായിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ള ഒരു സാധനമുണ്ട്. അത് നമുക്ക് എന്താ പറയണ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇപ്പൊ വേൾഡ് ഓർഡർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിലേക്ക് റൂസ്വെൽറ്റോ ലിങ്കനോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇവിടെ പ്രോസസ്സിന് സ്ഥാനമില്ല. പലപ്പോഴും വളരെ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുകയും അതനുസരിച്ച് മൂവ് ചെയ്യുകയും ചിലപ്പോൾ അത് വേണ്ടാന്ന് തോന്നിയാൽ കളയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പ്രസിഡന്റ് ട്രംപിന്റെ പലപ്പോഴും ഉള്ള ആക്ഷൻസ്. ഈ ബൊലിവേറിയൻ റെവല്യൂഷൻ എന്ന് ഷാവേസ് വിളിച്ചിരുന്ന ആ റെവല്യൂഷന്റെ കണ്ടന്റ് ഡൈല്യൂട്ടഡ് ആയിട്ടുണ്ടോ വെനിസ്വേല? വളരെയധികം. പ്രത്യേകിച്ചും വെനിസ്വേല കഴിഞ്ഞ ഒരു 15 വർഷത്തിന്റെ ഉള്ളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാങ്ഷൻസും അതുപോലെയുള്ള ബ്ലോക്കേഡ്സും പലതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവർക്ക് ഈ പറഞ്ഞ റിസോഴ്സസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പോലുള്ള അവസരം കിട്ടണില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഈവൻ ഇവർക്ക് ഓയിൽ ഉണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണില്ല. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ അടുത്ത അതിന് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ചൈന വരുന്നത്. ചൈന 2002-ലാണ് ലാറ്റിൻ അമേരിക്കയിലേക്ക് ഒരു വളരെ സ്ട്രോങ് എൻട്രി കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി പല പല രാജ്യങ്ങളിലും ഒരേ വിസിറ്റ് നടത്തിക്കൊണ്ട് ജിയാങ്സമിന്റെ ഒരു യാത്ര തന്നെയുണ്ട്. അതിനുശേഷമാണ് ചൈന 1 by 1 ആയിട്ടുള്ള ഏരിയ എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഏരിയാസ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് ഇന്റർവെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും റിസോഴ്സസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇത് US യുദ്ധകാലത്ത് മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും യൂറോപ്പിലും പല സ്ഥലങ്ങളിലുമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് ചൈന വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പഴയ പോലെ സോവിയറ്റ് റെജീം ഉണ്ടായിരുന്ന സമയത്ത് 2 ധ്രുവങ്ങളായി ലോകം നിന്നിരുന്ന സമയത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ എതിർപ്പും ഒന്നും ഇപ്പോൾ ലോകത്തിലില്ല. പല ധ്രുവങ്ങളിലേക്ക് ലോകരാഷ്ട്രീയം മാറുകയും ഒക്കെ ചെയ്യുന്ന അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇന്ത്യ ഇതുവരെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇന്ത്യ ഇതിനെക്കുറിച്ച് അങ്ങനെ ശക്തമായി പ്രതികരിച്ചിട്ടില്ല. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഒരു 4:35 ഇപ്പോൾ സമയം. ഇനി ഇത് ഞാൻ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ശക്തമായ പ്രതികരണം വരുമോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ രവീന്ദ്രനാഥൻ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇന്ത്യയുടെ ലാറ്റിൻ അമേരിക്കൻ റീജിയൻസിനോടൊരു പ്രത്യേകിച്ച് പോളിസി ഒന്നുമില്ല. നമ്മൾ കൂടുതലും ബൈലാറ്ററൽ പോളിസീസിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് നമുക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ കാണുകയും അല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് പോലും സംശയമാണ്. ചില രാജ്യങ്ങളെ കുറിച്ചുണ്ട്. അർജന്റീന ഉണ്ട്, അല്ലെങ്കിൽ കൊളംബിയ ഉണ്ട്. അവിടുന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്, ടെക്നോളജി കൊടുക്കുന്നുണ്ട്, ഇൻഫോസിസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി TCS വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സമഗ്രമായിട്ടൊരു ലാറ്റിൻ അമേരിക്കൻ നയം എന്ന് പറയാവുന്ന ഒരു സാധനം ഇന്ത്യൻ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇപ്പോഴും. ചില സമയങ്ങളിൽ ചില പ്രധാനമന്ത്രിമാര് ഒരു സീരീസ് ഓഫ് വിസിറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയം കൊണ്ടുവരാനായിട്ട് എത്രത്തോളം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. ഏത് പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പേര് പറയണമെങ്കിൽ? ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. വളരെ സീരീസ് ആയിട്ട് പല രാജ്യങ്ങളിൽ കവർ ചെയ്തിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രസിഡൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ അതിന് ഉപരിയായിട്ടൊരു പ്രധാന ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത്
അതിന് എന്തൊക്കെ പോളിസീസാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ക്ലിയർ അല്ല. ലുലയുടെ ഫസ്റ്റ് ടൈമിൽ, അതായത് UPA ഗവൺമെന്റിന്റെ സമയത്ത് ലുല പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ ഇന്ത്യ പലതവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള അഗ്രിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ബ്രിക്സ് ഉണ്ടായി, ബേസിക് ഉണ്ടായി. ഇതെല്ലാം ഒരു എന്താ പറയണ, ഒരു പീക്കിംഗ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. അതിനുശേഷം നമ്മൾ ഈ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വളരെ ആക്റ്റീവ് ആണ് ഒരു ലെവലില്. പക്ഷെ അതിനേക്കാൾ ഉപരി പ്രിഫറൻസ് കൊടുക്കുന്നത് ബയലാറ്ററൽ റിലേഷൻസിനാണെന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. താങ്കളുടെ ഫോക്കസ് എപ്പോഴും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ജനാധിപത്യവൽക്കരണം ആണെന്നുള്ളത് എനിക്കറിയാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഇപ്പോഴത്തെ ഘട്ടം എന്താണ്? അത് ദുർബലമാണോ അതോ ശക്തമാണോ? അത് ഏത് കാലത്തും ദുർബലമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും വളരെ എന്താ പറയുക, വളരെ ദുർബലമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏത് സമയത്തും ഒരു ചേഞ്ച് വരുത്താനായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് പുറത്തുനിന്ന് സാധിക്കുന്നത്. ഇപ്പം ഇവരുടെ കാര്യത്തിലായാലും എത്രത്തോളം ജനത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ് മദൂറോ ഭരിക്കണം എന്നുള്ളത് അറിയാൻ ഇനിയേ കഴിയുള്ളൂ. വെദർ ദേ വിൽ കം ഔട്ട് ടു റോഡ്സ് ആൻഡ് ബ്ലോക്ക് ദി പ്ലേസസ് എന്നുള്ളത് അനുസരിച്ചിരിക്കും അവരുടെ പോപ്പുലാരിറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ അവര് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്തതുകൊണ്ട് പുതിയ റെഷീം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇല്ല, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രതികരണം എന്താണ്? മിക്കവാറും ചിലരൊഴികെ, അതായത് ഇപ്പൊ പ്രധാനപ്പെട്ട ഒന്ന് അർജന്റീനയുടെ പ്രസിഡന്റ് മിലയി, അതുപോലെ ചിലിയുടെ പുതിയ പ്രസിഡന്റ് റീസെന്റ് ഹോസെ ആന്റോണിയോ കാസ്റ്റ, ഐ തിങ്ക് അങ്ങനെ എന്താണ്, ഇവർ രണ്ടുപേരുമാണ് ഒരു സപ്പോർട്ടിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്നത്, അമേരിക്കൻ സപ്പോർട്ട് പൊസിഷൻ എടുത്തിരിക്കുന്നത്. കൊളംബിയയും അതുപോലുള്ള രാജ്യങ്ങള് വളരെ എന്താ പറയണ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും അട്ടിമറി ആവരുത് എന്ന് പറയണു. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു സ്ട്രോങ് പൊസിഷനായിട്ട് ആരും വന്നത് കണ്ടില്ല, ഇൻക്ലൂഡിംഗ് ലൂല. ഇതിന് സമയം കൊണ്ടുവരും. ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് ദില്ലി കണ്ടുമുട്ടേണ്ടി വരും. കാരണം ഇത് ആദ്യ പ്രതികരണമായിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂ ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി, എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ആണ് ഈ അമേരിക്കയുടെ വെനിസ്വേലയിലേക്കുള്ള കടന്നു കയറ്റം എന്നുള്ളതാണ് ദില്ലി പോഡ്കാസ്റ്റിന്റെ ഒരു പൊസിഷൻ. ഇത്രയും സമയം വിശദമായി ദില്ലി പോഡ്കാസ്റ്റിനോട് സംസാരിച്ചത് ലാറ്റിൻ അമേരിക്കൻ വിഷയങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അവഗാഹം തോടുകൂടി സമീപിക്കുന്ന അക്കാഡമിക് ആയിട്ടുള്ള ഡോക്ടർ രവീന്ദ്രനാഥനാണ്. അദ്ദേഹം മണിപ്പാലിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. താങ്ക് യു ഡോക്ടർ രവീന്ദ്രനാഥൻ ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദില്ലി പോഡ്കാസ്റ്റ്. Thank you for having me, sir. Thank you.